ഇല്ല ഞാൻ ഓഫീസിൽ എത്തിയിട്ടുള്ളൂ. ഒന്ന് സിസ്റ്റത്തിൽ ഇരിക്കട്ടെ. നമ്മളെ റേറ്റ് ആണല്ല. ഇപ്പൊ എന്താ എന്നോട് പറയാനുള്ളത്? അല്ലാ അല്ലേ ഞാൻ സിസ്റ്റത്തിൽ ഇരിക്കണല്ലേ. ഈ കുറച്ച് ഞാൻ വിളിക്കും. ആയിക്കോട്ടെ. ഒന്നും വരാട്ടിരുന്നാ മതി. ഞാൻ പിന്നെ വിളിക്കാം. അല്ല റവന്യൂ വരട്ടെ. കായ് ആദ്യമായിട്ട് കാണുന്ന പോലെയല്ലേ പറഞ്ഞു. എന്തിനാണ് കഴിഞ്ഞ നേരത്തെ കാലത്ത് വന്നിട്ട് ഈ സിസ്റ്റം ഓണാക്കിട്ടിരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങള് വന്ന് ഓണാക്കൂലേ? അത്രയും സമയം എനിക്ക് ലാഭം കിട്ടൂലേ? ഒരു മണിക്കൂർ അതിന് വരെ കുത്തിരിക്കും. ഇത് കണക്കാനെ. പിന്നെ മറ്റൊരു രണ്ടാളും കുറച്ച് കളി കൂടുതലാണ് ഇട്ടപ്പോ വർത്താനത്തിലൊക്കെ. ഇല്ലാത്ത സമയത്താണ് മറ്റേ രണ്ടാൾക്കാര്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ ഓലെന്നെ. ഷിനോജും മറ്റോനും ഏത് നേരം നോക്കിയാലും കളിയാണ്. അതിപ്പോ ഈ കണക്ക് തന്നെയാണ്. ഈ ബാത്റൂമിൽ എത്ര സമയം ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ? അവിടെ അല്ല വരാന്തയിൽ വെച്ചിട്ട് ക്യാമറ. ഞാൻ അങ്ങനെ നാട്ടിൽ വരുമ്പോ ഇങ്ങനെ കാണും മൊബൈലിൽ. ഈ കണക്ക് തന്നെ കാട്ടി എല്ലാം കണക്ക് തന്നെയാണ്. ഞാൻ ഉള്ളപ്പോ ഒക്കെ മര്യാദക്ക് ഇരിക്കും. അല്ലെങ്കിൽ പോക്കാ. ഞാൻ പോപ്പുലറിന്റെ ഇതൊന്നും എടുത്ത് നോക്കിയാൽ വല്ല സ്റ്റൈക്കും വന്നില്ല നോക്കാതെ. ഞാൻ മെയിലൊന്ന് ചെക്ക് ചെയ്താലട്ടാ. ഇനി ഷിനോജിന് വരാനായിട്ടില്ലേ? ചോദിച്ചൂടെ? ഒന്നത്തെ ലേറ്റായി വന്നത് ചോദിച്ചു നോക്ക്. ഒരിപ്പഴങ്ങാനും വരികയാണ്. മണി 9 ഇതാണ് നാട്ടിൽ ഉള്ളവരെടുത്താനുള്ള കുഴപ്പം. മനസ്സിലായില്ലേ? എന്താ ലേറ്റായി? അല്ല അവിടെ ഒരു മിനിറ്റ് വില ഉണ്ടല്ല. അത് നാടല്ല, അത് ഗൾഫാണ്. ടെൻഷനിലാണ്. അല്ല വരെ ഇത് മെയിൽ വന്നിട്ടാന്ന് നോക്കിയല്ലേ. സ്ഥലം കച്ചവടത്തിന് വെച്ചു റെഡി ആയിട്ട് ഒരു 50,000 റുപ്യ വേണം. അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആ സാധനം പെട്ടെന്ന് കിട്ടും. 50,000 1 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യ ഒക്കെ തിരിയെങ്കിലൊക്കെ അർജന്റ് 50,000 റുപ്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊന്ന് റെഡിയാക്കി വെക്കാനും. ഒരുപാട് ആൾക്കാർ നല്ല കണ്ണായ സ്ഥലമാണല്ലോ നമ്മളവിടെ അല്ലേ. ഒരുപാട് ആൾക്കാർ അർജന്റായിട്ട് ഹലോ അല വിളിച്ചിന്നാ? അല സുമ്മാതാണ്. പിന്നെ റേറ്റ് അല്ല അല്ല അതിന് ഓടിയില്ല. അല്ല അധികം
ഷിഞ്ചു എന്റെ അലിയ സുമ്മ അതല്ല അലിയ അതിന്റെ റേറ്റ് ഉണ്ട് എന്റെ അലിയ ഒന്നും പറയണ്ട സുമ്മ അതിന്റെ റേറ്റ് ഉണ്ട് ഒരു 50,000 റുപ്യ ആ അല്ല എന്റെ എന്തീ പറയണോ എഗ്രിമെന്റ് എടുത്ത് നോക്കണം എഗ്രിമെന്റ് നോക്ക് എഗ്രിമെന്റ് ഒരു റേറ്റും മെൻസൊക്കെ എഴുതുന്നുണ്ട് എഗ്രിമെന്റ് എഗ്രിമെന്റ് റേറ്റ് നോക്ക് അത് ഡേറ്റ് നോക്കേ ഉണ്ട് ആ ഡേറ്റ് കിട്ടി നമ്മൾ തന്നെ വെച്ചിട്ടോ അത് കേട്ടോ അവിടെ വെയിറ്റ് ഇപ്പൊ വെയിറ്റ് ചെയ്യണ്ട ഇപ്പൊ വെക്കണ്ട ആ മറ്റേ ആഡിസ്ക് കൂടെ ആഡിസ്ക് അതിൽ കൊണ്ടല്ലേ ഫോളോ ആയിക്കോട്ടെ എന്നാ നോക്കട്ടെ അയ്യ നോക്കട്ടെ ആലിയ അല്ലെങ്കിൽ തന്നെ കടത്തില്ല വീട് പണിയൊക്കെയാണ് അലിയ അല്ലെങ്കിൽ തന്നെ കടത്തിലാണ് ചെന്ന് മുണ്ടാടിച്ചാ പണി ആ അല്ല ആർക്ക് കുഞ്ഞ് റേസിക്ക് പണി എടുക്കുമ്പോ തൽക്കാലം അല്ലെ ആ ഹുസൈനാജിന്റെ ഇതൊക്കെ നോക്കാളെ അത് റവന്യൂ കൂട്ടി കൊടുക്കണോ എന്താ ഈ മാസം റവന്യൂ വരട്ടെ അപ്പൊ കുറച്ച് കൊടുക്കാം അടുത്ത മാസം കൊടുത്തു കൊടുക്കാം ഒരു 3 മാസത്തിനോട് കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കാറിയാ നായ്ക്ക് വെള്ളം കൊടുക്കുന്ന വൈകുന്നേരം അജിൻസേ അല്ലെ എന്തിനാണ് അല്ലെ അവര് നമുക്ക് സ്റ്റേക്ക് അടിച്ചുള്ളത് റേറ്റ് നമ്മളതല്ല അല്ലിയ സ്റ്റേക്ക് അടിച്ചിരിക്കുന്ന അല്ലെ ഞങ്ങള് റേറ്റ് ഉണ്ട് അല്ലാതെ റിപ്പീറ്റ് പോയിട്ട് വാങ്ങിയതല്ല അല്ലെ അവൻ അതിന്റെ ആവശ്യം അല്ലിയ നമ്മളല്ല ആദ്യം വാങ്ങിയത് അത് റിപ്പീറ്റ് പോയിട്ട് എടുക്കാൻ പാടില്ല അല്ലിയ ഇജ്ജ് പറ റിപ്പീറ്റ് പോയിട്ട് എടുക്കാൻ പാടില്ല അതിന്റെ ഒക്കെ ഇക്കബാലാണ് മേടിച്ചു കൊടുത്തുള്ളത് അതൊക്കറിയാം ഓനിക്കൊരു പണി ഞാൻ കൊടുക്കും അല്ല സ്റ്റേക്ക് മറ്റേ ഡബിങ് റേറ്റ് ഇക്കല്ല അല്ല 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 കരുതല്ല അല്ലേ അല്ലെ നമ്മൾ കൊടുത്തല്ലേ അപ്പൊ അവര് സ്റ്റേക്ക് അടിക്കാൻ പാടുണ്ടല്ലേ എന്ന് വിളിച്ചത് ഇപ്പൊ തന്നെ വിളിച്ചത് അരവിന് വന്നിട്ടേരാ ജിൻസേ കായ് ഇന്നെ ഉണ്ടാക്കി എപ്പം തന്നെ വിളിച്ചത് അയറ്റ് നമ്മളെ തന്നെ ഈസക്കാട പാട്ട അയാൾക്ക് നട്ടപ്പരാന്താന്ന് അയാൾക്ക് എന്നൊക്കെ ഇഗ്രിമെന്റ് ഉണ്ടല്ലോ അതിന്റെ ഇഗ്രിമെന്റിന്റെ കയ്യിലുണ്ടല്ല എല്ലാ പാർട്ടി ഇഗ്രിമെന്റിന്റെ കയ്യിലുണ്ടല്ല ഒന്നും പേടിക്കാല ഞാനിവിടെ ഡൽഹിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും ബോംബെയിലും കൊടുക്കും ഞാൻ ഇവിടെ കൊടുക്കും അയാളെ ഫുള്ള് നടത്തിക്കും പൈസ നടത്തും അഞ്ഞത്തെ കളിക്ക് കാലേജിന്ന് ഉറക്കം തൂങ്ങിയിരിക്കല്ലേ അത് ശരിക്കും ഇരിക്കുക അതിന്റെ എന്താ ഇപ്പൊടി സാധനം വെച്ചിട്ടുണ്ടല്ലേ അല്ലെ ഞാൻ ഇവിടെ പറഞ്ഞല്ലേ പിന്നെ വിളിക്കാം എന്താ സുമിയെ കുത്തിക്കൊണ്ടിരിക്കണേ ഒന്ന് നോക്കാളി പെട്ടെന്ന് ഞാൻ കണക്കിന്റെ ഒക്കെ നോക്കിയാ
അല്ലെ ഒരു കാര്യം ചെയ്യ്. ഈ മാസം ലാസ്റ്റ് നാട്ടിൽ പോയി കേട്ടാ. എനിക്ക് ഞാൻ പോകുന്നില്ല. ഏ? ഞാൻ പോകുന്നില്ല. ഞാൻ പോയാലോ ഡിപ്രഷനാണ്. അന്റെ ഡിപ്രഷൻ കാര്യാ പോയിട്ട് വയനാട്ടിൽ പോയി നിൽക്കാനല്ലേ ഇയാളിന്ന് പണിയെടുക്കടാ. എന്താണ് അന്റെ ഡിപ്രാക്ക് എപ്പോ നോക്കിയാലും ഡിപ്രഷൻ. ഞാൻ ആ പണിക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ സൈദിനെ വിളിച്ചിട്ടുണ്ട്. അനക്ക് അവിടെ ഒരു സീറ്റ് പറഞ്ഞു ഞാൻ. എവിടെ? ആ അവിടെ സൈദിന്റെ അടുത്ത് നോക്കിയാലും ഡിപ്രഷൻ. അതിന് അവിടെ ഡയറക്ടർ ആണെന്ന് വേണ്ട ഓന്നെ ഡയറക്ഷൻ ചെയ്യുന്നു. എന്റെ ആവശ്യം എത്ര ഇവിടെ നിന്നാല് ആ കടങ്ങള് കുറെ ഉള്ളതല്ലേ വീട്ടിൽ പോയിക്കോലിയാ അല്ലേ. ഞാൻ പോയാൽ മര്യാദക്ക് ശമ്പളം ഉള്ളതല്ലേ. സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നു പോയി കഴിഞ്ഞാൽ. സ്ഥലം ജില്ലയിൽ അന്റെ അഞ്ചുണ്ടല്ലോ അല്ലേ അവിടെ. ഹലോ റഫീഖ, ആ ഭൂമി രജിസ്റ്റർ ചെയ്യണ്ടേ? നോക്കല്ല എത്ര ഫണ്ടാണ് അല്ല പോയി കിടക്കുന്നത്. ഇയാളെ മതിൽ കിട്ടിയാ? ഒന്ന് പെട്ടെന്ന് നോക്കാളിയാ. ഞാൻ എന്റെ പഴയ മുതലാളി വിൽക്കുന്നുണ്ടല്ലോ. ഇനി വലിയ തെരി പറയാനാകുമോ? എന്തെങ്കിലും കാട്ടിണ്ടല്ലേ ഒന്ന് നോക്കാളെ. ഓന് പിരാന്താനളിയാ. പറയടാ അലിയ, എനിക്ക് എത്ര കായ് എന്നാലും മതിയാവില്ലേ എന്റെ അലിയ. അല്ല കഴിഞ്ഞ മാസം തന്ന്. ഞാൻ വിചാരിച്ചിന്റെ അടുത്ത തെരുവിടെ പറയാൻ വിളിക്കുന്നുണ്ട്. ആയിക്കോട്ടെ അലിയ, ആയിക്കോട്ടെ. അത് കൊണ്ടുവരില്ല. ഫ്രീ ഉള്ളതല്ല. ഒന്നെടുക്കുമ്പോ രണ്ടെണ്ണം ഫ്രീ ഉള്ളതല്ലേ. അത് കൊണ്ടുവരല്ല അല്ല. ഞാൻ 4-ാം തീയതി എത്തുമല്ല. എയർപോർട്ടിലേക്ക് വരുവോ? കാറിയ അടിക്കണ സ്പ്രേ ഞാൻ അതും മേടിക്കണ. അല്ലെ കായില്ലാത്തോടത്ത്. ശരി ഞാൻ അതിന് തെരു വിളിക്കണ്ട. ഓക്കെ 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 അളിയാ. പിന്നെ എന്റെ ചാനൽ നോക്കിക്കാലട്ടെ. എന്റെ CMSC ഉള്ള ചാനൽ നോക്കിക്കാലട്ടാ. അത് റീയൂസ്ഡ് വരും അളിയാ. ഇത് നോക്കിക്കാളെ. അത് റീയൂസ്ഡ് വരും അളിയാ. ഞാൻ പിന്നെ പറഞ്ഞുതരാം അളിയാ. റീയൂസ്ഡ് വരും. അളിയാ നോക്കളിയാ. എന്തായാലും വർക്ക് ചെയ്തിട്ട് എന്റെ ടെൻഷൻ അടിക്കുന്നുണ്ട്. വർക്ക് ചെയ്യാലിയാ. ഇപ്പത്തെ പ്രശ്നം എന്താ? ഞാൻ പറഞ്ഞില്ല സ്ഥലത്തിന്റെ പൈസ അതിന്റെ ഒരു 50,000 പെട്ടെന്ന് വേളിയാ. വലിയ ഉപകാരം. വലിയ ഉപകാരം. പൈസന്റെ നൗഷാദില്ലേ? നൗഷാദേ ഇങ്ങനെ ഒരുമിച്ച് അടിച്ചല്ലേ? എന്നോട് പറഞ്ഞെ പറ്റി പലരും പറഞ്ഞു. എന്താ ഞാൻ വിശ്വസിച്ചോ. എന്താ പറഞ്ഞ? പിന്നെ പറയല്ല. പിന്നെ പറയാം. വൈകുന്നേരം നമുക്ക് വരാം. പറഞ്ഞു മതി. വിശ്വസിച്ചൂടാ.
അല്ലെ ആ പാട്ട് എടുത്തതാ ഒന്ന് നോക്കിയാലല്ലേ ആ പാട്ട് ആ പാട്ടൊന്നും ആ തമ്മയിലൊന്ന് മാറ്റിക്കാലല്ലേ ഒന്ന് മാറ്റിയാ ഹലോ സുമ്മാതാടുമ്പോ നമ്മളായിട്ട് പളിയാ ആ അതന്നെ ആ അല്ല ഓഡിയോ കാണാനില്ല നോക്കളിയാ സ്റ്റുഡിയോയിൽ നോക്കളിയാ അവിടെ ഉണ്ടാവും ആ അണ്ണ 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 വന്നാ കൊടുങ്ക அண்ணா ஆ ஆ ஆ சும்மா தாடுவே ரைட்டு தான் ஏன் ரைட்டுப்பா കൊടുത്തുക്കോ പേയ്മെന്റ് അയച്ചു റവന്യൂ വന്നിട്ട് അയച്ചുതരാം എന്നാ അഡ്ജസ്റ്റ് ചെയ്യാളിയാ എന്താ അണ്ണാളെ അങ്ങനെ ആയോ ആ ഡിസ്കൈൻ കൊടുത്തേക്കാം അലിയ പ്രസാദ് വരും ആ ഡിസ്കൈറ്റ് അതിലൊന്ന് കോപ്പി ചെയ്താലേട്ടാ ഞാൻ 4-ാം തീയതി എത്തുവള്ളിയാ ചെന്നൈ എത്തും ആയിക്കോട്ടെ